ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ കേരളത്തിൽ നിന്ന് UK എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോഗിങ് എന്താണെന്നും ട്രാവൽ എങ്ങനെ ചെയ്യണമെന്നും ടെക്നോളജി എങ്ങനെ പറയണമെന്നും ഫുഡ് എങ്ങനെ പറയണമെന്നും എല്ലാം പഠിപ്പിച്ച നമ്മുടെ സ്വന്തം സുജിത് ഭക്തനാണ് നമുക്ക് കൂടെ ഉള്ളത്. നമസ്കാരം, താങ്ക് യു സോ മച്ച്. അങ്ങനെ അനുപേട്ടൻ ആൻഡ് ഫാമിലിയുടെ പോഡ്കാസ്റ്റിന്റെ ആദ്യ എപ്പിസോഡിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. അതൊക്കെ പോട്ടെ, ചാനലിന്റെ പേരിട്ടോ? ചാനലിന്റെ പേരിട്ടിട്ടില്ല. അതിപ്പോ എന്നെ ഇടുക. ചാനലിനൊരു പേരിടണം, എന്തായാലും ഒരു പേരിടണം. നേരത്തെ ഒരു സജഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വെറൈറ്റി പേര് തന്നെയാണത്. പുതിയ ചാനൽ തുടങ്ങാനുള്ള പരിപാടിയാണ്. പുതിയ നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് ഒരു സ്ട്രീമായിട്ട് തുടങ്ങാൻ, മേ ബി ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ഒക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ യൂട്യൂബിലും സ്പോട്ടിഫൈയിലൊക്കെ ആപ്പിൾ മ്യൂസിക്കിലൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പക്ഷെ ഇവർക്ക് ആർക്കും ഒരു ടെൻഷനും സംഭവമൊന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഫ്രീ, ലൈക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കും. ഇത് കണ്ടപ്പോഴാണ് ആക്ച്വലി ഞാൻ വേറൊരു സംഭവം ഓർമ്മ വന്നത്. ഞാൻ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുമായിരുന്നല്ലോ. പണ്ട് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു അതിന്റെ ആങ്കർ, അല്ലേ? രഞ്ജിനി ഹരിദാസ് ഫേമസ് ആയത് തന്നെ മെയിൻ ആയിട്ട് ഐഡിയ സ്റ്റാർ സിംഗറിലാണ്. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഇനീഷ്യലി രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. പിന്നീട് അവര് കുറച്ച് സീസണിൽ ഇല്ലായിരുന്നു. പിന്നീട് രണ്ടാമത് ഇവർ തുടങ്ങിയ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡോ മറ്റോ എന്തോ, അതായത് രഞ്ജിനി ഹരിദാസ് കുറെ നാൾക്ക് ശേഷം ഐഡിയ സ്റ്റാർ സിംഗറിൽ വരികയാണ്. ആ എപ്പിസോഡിൽ ഒരു ഗസ്റ്റായിട്ട് കാണാനായിട്ട് ഞാൻ പോയിരുന്നു. കാരണം എൻ്റെ ഒരു സിസ്റ്റർ അതിനകത്ത് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. കുറേ വർഷങ്ങൾ മുമ്പാണ്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെറുതാ. അപ്പം ഞാൻ അതിനകത്ത് കണ്ടൊരു സംഭവം എന്ന് പറയുന്നത്, രഞ്ജിനി ഇതിലേക്ക് വന്നിട്ട് നേരെ സ്റ്റേജിൽ കയറി മൈക്ക് എടുത്തിട്ട് അങ്ങ് ഫുൾ എനർജിയിൽ അങ്ങ് സ്റ്റാർട്ടിങ് ആണ്. ഒരു ടേക്കോ ട്രയലോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. മനസ്സിലായില്ല? അതായത് അവരത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ ആ ഒരു മേഖലയിൽ ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു ലേഡിയാണ് രഞ്ജിനി ഹരിദാസ് ആണ്. ഇപ്പൊ ഇന്നാളിലും കൂടെ ലാസ്റ്റ് വീക്ക് കൂടെ ഞാൻ ആരുടെ ഒരു പോസ്റ്റ് കണ്ടു. അതായത് രഞ്ജിനി ഹരിദാസ് ആണ് ഈ ആങ്കറിങ് എന്നുള്ള ഒരു സംഭവം വേറൊരു ലെവലിലേക്ക്, പ്രൊഫഷണൽ ലെവലിലേക്ക്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കാരണം ഇത്രയും നാളില്ല ഈ ഒരു പ്രോഗ്രാം നടത്താതിരുന്നിട്ട് പോലും ഷീ കെയിം ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് വെൽ. ഇത് ഭയങ്കര ഒരു സംഭവമല്ലേ? നമുക്ക് ചില്ലായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്ലാൻ പോലും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലേ? അതിന്റെ പിന്നെ തീർച്ചയായിട്ടും ഒരു കഴിവാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ്. ഞാനിപ്പോൾ ഒരുപാട് പോഡ്കാസ്റ്റുകളെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോഴും പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും ആരും ഇതിനെക്കുറിച്ചൊന്നും പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫോൺ സൈലന്റ് ഇടുക എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ഒരാൾ ജോലിക്കിടയിൽ അവിടെ ബോസിനോട് എന്തോ കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബോസ് സായിപ്പല്ലേ, അപ്പൊ മനസ്സിലാകുന്നില്ല, പേടിക്കണ്ട, കുഴപ്പമില്ല, പ്രശ്നമില്ല. ചാറ്റ് GPT ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. ലീവ് അവിടെ ജോലി സൈലന്റ് ചെയ്തിട്ടിരിക്കുക ലാപ്ടോപ്പിൽ, എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അനുപേട്ടൻ ഇന്ന് ലീവാണ്. അനുപേട്ടനായിരുന്നു കുക്കിംഗ് അല്ല അല്ലേ? ആണോ? അല്ലേ? അല്ല, ഞങ്ങള് സാറിന് വെയിലൊക്കെ എടുക്കുമ്പോ അങ്ങനെയല്ലേ, ഭാര്യ പണിയെടുക്കുന്നു, ഞാൻ കുക്ക് ചെയ്യുന്നു, വെറുതെ അതൊക്കെ വെറുതെ. എന്തൊക്കെ ചെയ്യുന്നു ചോദിച്ചു നോക്കൂ. ഒന്നും ചെയ്യില്ല. എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്, പക്ഷെ ക്ലീനിങ് എനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും കുക്കിംഗ് എന്നും ചെയ്യും. ശരിക്കും കുക്ക് ചെയ്യുന്നവർ വേണം ക്ലീൻ ചെയ്യാൻ, അങ്ങനല്ലേ പറയുന്നത്? എന്താണ് ചെയ്തത് അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇവിടെ അത് നടക്കാറില്ല. മൃദുലയാണ് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തക്കാളി കറിയാണ്. എന്റെ ഭാര്യ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ തെറി വിളിക്കും, കാരണം അവർക്ക് ഇഷ്ടമല്ല തക്കാളി, ടൊമാറ്റോ ഫ്രൈ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഉണ്ടാക്കാൻ. ഞാൻ ആകെ ഉണ്ടാക്കുന്ന ഐറ്റം തക്കാളി കറിയാണ്. അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ തക്കാളി കറി ഉണ്ടാക്കും, ശ്വേത പൊറോട്ട ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങൾ കഴിക്കും, ഞാൻ കഴിക്കും. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ അത് ഇത്രയും വലിയൊരു KL to UK എന്ന് പറഞ്ഞ വലിയൊരു ട്രിപ്പ് കഴിഞ്ഞ് കറക്റ്റ് ഇവിടെ എത്തിയ സമയത്ത് തന്നെ വീട്ടിലെത്താനും നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന്റെ കൂടെ ഭാഗമാകാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്താ പറയാ, ഈ KL to UK എന്നുള്ള ട്രിപ്പ് ഒരുപാട് കാലത്ത് ഒരുപാട് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ KL to UK എന്നുള്ളത്, കാരണം ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് ട്രിപ്പ് സുജിത് ബ്രോ എന്താ പറയുക, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ പോകണോ, അല്ലെങ്കിൽ അവിടെ വേറെ ബിസിനസ് ക്ലാസ്സിൽ പോകണോ, അല്ലെങ്കിൽ
ഫ്ലൈറ്റിൽ പോകണു, ട്രെയിനിൽ പോകണു. ട്രെയിനിൽ ഓക്കെ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊരു ഭയങ്കര യൂണീക്കായിരുന്നു. നമ്മൾ തുടങ്ങിയത് തന്നെ എനിക്ക് തോന്നുന്നു KSRTCയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മൾ ഈ സുഖിച്ച് യാത്ര എന്ന് പറയത്തില്ലേ, ആ സുഖിച്ച് യാത്ര ചെയ്യുന്ന ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം എനിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ശരിക്കും ലിറ്ററലി പറഞ്ഞാൽ ഞാൻ മെയ് 5 സ്റ്റാർട്ട് ചെയ്തത്. മെയ് 5 ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഏപ്രിൽ 13 ഞാൻ ആക്ച്വലി ഇവിടെ എത്തുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കറക്റ്റ് ഡേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 313 ദിവസം എടുത്തു ഞാൻ മെയ് 5 സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 13 വരെ ഇവിടെ എത്താനായിട്ട്. ഈ 313 ദിവസത്തിൽ ഞാൻ 9 തവണ പല സ്ഥലങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പോയി, പല ആവശ്യങ്ങൾക്കായിട്ട്. നമുക്ക് വിസ എടുക്കാൻ, പിന്നെ ഫാമിലിയെ കാണാൻ. നമ്മളൊരു നാടോടിയൊന്നും അല്ലല്ലോ ഫുൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ. നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, കൊച്ചുണ്ട്, മിസ് ചെയ്യും. പിന്നെ വിസ എടുക്കാനായിട്ട് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ 9 തവണ നാട്ടിൽ പോയിട്ട് ആകെ ഈ കഴിഞ്ഞ 313 ദിവസത്തിൽ ഞാൻ 72 ദിവസമാണ് നാട്ടിലുണ്ടായിരുന്നത്. ബാക്കി 241 ദിവസം ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, കണ്ടിന്യൂസ് ട്രാവലിംഗ്. ആ 241 ദിവസം കൊണ്ട് ഞാൻ 50 രാജ്യങ്ങൾ കടന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ 50 രാജ്യങ്ങൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ പോയി, സിംഗപ്പൂരിൽ നിന്നും ലണ്ടനിലേക്ക് വന്നു. അങ്ങനെയാണ് 50 കൺട്രീസ്, ഇൻഡിവിജ്വൽ 50 കൺട്രീസ് ട്രാവൽ ചെയ്തു. അതിൽ ഞാൻ ലണ്ടനിൽ വന്നിട്ട് നമുക്ക് ഇനിയും ഫർദർ പോകാൻ പറ്റുന്നത് ഡബ്ലിൻ വരെയാണ്, അയർലൻഡ് വരെയാണ്. അത് ഞാൻ പോയി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഫ്ലൈ ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നോ അതൊന്നും ഫ്ലൈ ചെയ്യാതെ പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ ആകെ ഫ്ലൈ ചെയ്തത് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈ ചെയ്തു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനിപ്പം പാരീസിലെത്തി. ഞാൻ പാരീസിൽ നിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരും, എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതായത് ഞാൻ ഒരു സ്ഥലവും ഫ്ലൈറ്റ് എടുത്ത് ട്രാവൽ ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചൈനയുടെ അടുത്ത് മറ്റേ അറ്റത്ത് വരെ ഫ്ലൈറ്റ് വരായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്തില്ല. ഞാൻ എല്ലാം ബൈ റോഡ്, ട്രെയിൻ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ടാക്സിയോ ഫ്രണ്ട്സിൻ്റെ കാറോ, അത് വളരെ ചുരുക്കം 95% പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ഫ്ലൈ ചെയ്യാതെ കൺട്രീസ് ബോർഡർ ക്രോസ് ചെയ്യുക, ലാൻഡ് ബോർഡർ അല്ലെങ്കിൽ സീ ബോർഡർ ക്രോസ് ചെയ്തത് ഞാൻ ഗ്രീസിൽ നിന്നും ഇറ്റലിയിലേക്ക് പോയി, ഇറ്റലിയിൽ നിന്നും മാൾട്ടയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അതാണ് 2 സീ ബോർഡർ ക്രോസ് ചെയ്തത്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ചാനലിന് അടിയിൽ കൂടെ റെയിൽവേ ടണൽ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ ക്രോസ് ചെയ്ത് വരാൻ പറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഷിപ്പിലും വരാമായിരുന്നു. അതാണ്. പിന്നെ ഞാൻ അയർലൻഡിലേക്ക് പോകാനായിട്ട് സ്കോട്ട്ലൻഡിൽ നിന്നും ഷിപ്പിൽ പോയി. അപ്പോൾ ഡബ്ലിനിൽ പോയിട്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു, തിരിച്ച് ഞാൻ ഫ്ലൈ ചെയ്ത് വന്നു. അതാണ് എൻ്റെ യാത്ര. അതായത് കൊച്ചിയിൽ നിന്നും ലണ്ടൻ വരെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തു. ഇനിഷ്യലി ഞാൻ ട്രിപ്പ് ആരംഭിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചോ സിമ്പിൾ അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ, ബസ്സും ട്രെയിനൊക്കെ എടുത്ത് പോകാം എന്നൊക്കെ വിചാരിച്ചു. സോറി. പിന്നെയാണ് മനസ്സിലായത് ഇത് ഭയങ്കര ടൈം ടേക്കിംഗ് ആയിട്ടുള്ള, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല കാശ് ചെലവുള്ളൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഏഷ്യ അങ്ങോട്ട് വിട്ട് യൂറോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന വഴി അറിയത്തില്ല. ട്രെയിൻ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ട്രെയിൻ. ഞാൻ പിന്നെ യൂറോയിൽ പാസ് എടുത്തുകൊണ്ട് എനിക്ക് ആ പൈസ ലാഭിക്കാൻ പറ്റി. 3 മാസത്തേക്ക് 900 യൂറോ കൊടുത്ത് ഞാനൊരു പാസ് എടുത്തു. ഞാനൊരു മിനിമം ഒരു 5000 യൂറോ എങ്കിലും ഞാൻ അവരെ മുടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 100 യൂറോ 150 യൂറോ ഒക്കെ വരുമല്ലോ, കാരണം ഒരു ടിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അത് നമുക്ക് അത് മുതലാക്കി. കാരണം എൻ്റെ അത്രയും യൂറോയിൽ പാസ് മുതലാക്കി വേറെ ആരും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം യൂറോയിൽ പാസിന്റെ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ എനിക്കത് മനസ്സിലാവും, അത്രയധികം ഞാൻ ട്രാവൽ ചെയ്തു. അത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം വെറുതെ ഒരു ഫ്ലെക്സ് ബസ് എടുക്കണേ പോലും നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഈ യൂറോയിൽ പാസ് വെച്ചിട്ട് ഞാൻ 26 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തു. 26 രാജ്യങ്ങളിൽ 16,985 കിലോമീറ്റർ, 93 ട്രെയിനുകളിൽ ഞാൻ യാത്ര ചെയ്തു. 8 ദിവസം 7 മണിക്കൂറാണ് ഞാൻ 8 ദിവസം 7 മണിക്കൂർ 58 മിനിറ്റാണ് ഞാൻ ആകെ ട്രെയിനിലിരുന്നത് 26 രാജ്യങ്ങളിൽ. യൂറോപ്പ് കംപ്ലീറ്റ് 26 രാജ്യങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്തു. അപ്പോൾ ഇതിനകത്ത് വരുന്ന വഴിക്ക് എനിക്ക് മിസ്സായ മെയിൻ രാജ്യങ്ങളെന്ന് പറയുന്നത്, എനിക്ക് നമുക്ക് ഓഫ് കോഴ്സ് ഇപ്പം മ്യാൻമറും ബംഗ്ലാദേശും നമുക്കിപ്പം ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്ത് പോകാൻ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് അത് സാധിച്ചില്ല. മ്യാൻമർ ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ചൈന ടിബറ്റ് വഴിയാണ് പോകാൻ വന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഏകദേശം ഒരു $3,500-4,000 എനിക്ക് ടിബറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു.
ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന വെച്ചാൽ അത് എന്തിന്റെ കോസ്റ്റ്? അത് അതായത് ടിബറ്റിൽ നമുക്ക് ഒരു ഫോറിനർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഗൈഡ് ട്രാവൽ ഏജൻസിയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം 3 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർ വിസ തരുള്ളൂ. 3 അല്ല 5 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് വിസ തരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നേപ്പാളിൽ സെക്യൂരിറ്റി റീസൺസ് ആണോ? ടിബറ്റ് ഈസ് ഒരു കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അവിടെ അങ്ങനെയാണ്. ചൈനക്കാരല്ലാത്ത ഒരാൾക്കും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേപ്പാളിൽ പോയിട്ടാണ് ഞാൻ ടിബറ്റ് വിസ എടുക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു 5 പേർക്ക് വിസ എടുക്കണം. ഈ 5 പേരുടെ വിസയുടെ കോസ്റ്റ് ഞാൻ കൊടുക്കണം. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളെങ്കിലും ഞാൻ ഒരാള് പ്ലസ് 4 അതർ നേപ്പാളി ഗൈസ്, അവർക്കുള്ള വിസ അവരും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അവരുടെ വിസ കോസ്റ്റ് പെർ ഹെഡ് $100 കണ്ടുണ്ട്. അത് ഞാൻ കൊടുക്കണം. അത് ഞാൻ കൊടുത്ത് അവർ വിസ അപ്ലൈ ചെയ്യും. വിസ കിട്ടി കഴിഞ്ഞ്, വിസ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ ഒരു പെർമിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ചൈനീസ് വിസ പോലെ അല്ല. ഒരു പേപ്പറിൽ ഒരു ടിബറ്റ് ട്രാവൽ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അത് അവിടെയുള്ള ട്രാവൽ ഏജൻസി വഴിയാണ് കിട്ടുന്നത്. അത് 8 ദിവസം എടുത്തു ഈ വിസ കിട്ടാനായിട്ട്. അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ എന്നോട് പറഞ്ഞത് യു ആർ സോ ലക്കി ബിക്കോസ് കഴിഞ്ഞ ആഴ്ച വരെ അപ്ലൈ ചെയ്ത ആൾക്ക് ഇന്ത്യക്കാർക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അത് കിട്ടിയിട്ട് ഞാൻ ബോർഡറിൽ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നേപ്പാളിലെ ട്രാവൽ ഗൈഡ് നമ്മുടെ പാസ്പോർട്ട് നേരെ ടിബറ്റിലെ ട്രാവൽ ഗൈഡിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അവിടെ പുള്ളി നമ്മളെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. അവരാണ് നമ്മൾ ഇമിഗ്രേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പോയിട്ട് നമ്മൾ പറയും ഞാൻ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ വരുന്നില്ല എന്ന് പറയും. അന്നേരം അവർ ബാക്കിയുള്ളവരുടെ പേര് ആ പേപ്പറിൽ നിന്നും കട്ട് ചെയ്ത് തരും. അതായത് ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിബറ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ എവിടെയാണോ എക്സിറ്റ് ചെയ്യുന്നത് ഈ എൻ്റർ ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് എക്സിറ്റ് ചെയ്യണം. അതാണ് അതിനകത്തൊരു കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് എവിടെ വേണം എക്സിറ്റ് ചെയ്യാം. അല്ലാതെ ഞാൻ ടിബറ്റിൽ കയറിയിട്ട് ഞാൻ ഒരു വഴിക്കും മറ്റുള്ളവർ വേറെ വഴിക്കും എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. അപ്പം ബാക്കി ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ 7 ദിവസമാണ് ഈ ഇവരുടെ കൂടെ ഈ ടിബറ്റ് ട്രാവൽ ചെയ്ത് ലാസ എന്ന് പറയുന്ന ടിബറ്റിന്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറ്റി വിടുന്നവരെ ഞാൻ എൻ്റെ കൂടെ ഒരു ഡ്രൈവർ, ഒരു ഗൈഡ്. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ്. അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്താണ് ഞാൻ വന്നത്. ടിബറ്റ് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ വേറെ വഴിയില്ല. ടിബറ്റ് ക്രോസ് ചെയ്യാതെ നമുക്ക് വരാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്ന് നിലവിലിപ്പം വേറെ റൂട്ടില്ല. കാരണം മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അത് ക്ലോസ്ഡ് ആണ്. പിന്നെ പാകിസ്ഥാൻ വഴി നമുക്ക് പോകാൻ പറ്റില്ല, വേറെ വഴിയില്ല നമുക്ക് വരാനായിട്ട്. സോ അങ്ങനെ ക്രോസ് ചെയ്ത് സിംഗപ്പൂർ പോയി. പിന്നെ ഇതിനകത്ത് എനിക്ക് മിസ് ചെയ്ത 2 രാജ്യങ്ങൾ മ്യാൻമർ, ബംഗ്ലാദേശ്. പിന്നെ സെൻട്രൽ ഏഷ്യയില് കംബോഡിയൊക്കെ പോയി. സെൻട്രൽ ഏഷ്യയില് എനിക്ക് മിസ് ചെയ്തത് തുർക്ക്മെനിസ്ഥാൻ മിസ് ചെയ്തു. ലൈക്ക് അത് കുറച്ച് വിസ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് സെൻട്രൽ ഏഷ്യയിലെ നോർത്ത് കൊറിയ എന്നാണ് അതിനെ പറയുന്നത്. അത് മിസ് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് യുക്രൈൻ, ബെലാറസ് നമുക്ക് ലാൻഡ് ബോർഡർ വഴി പോകാൻ പറ്റില്ല. നമുക്ക് ഫ്ലൈ ചെയ്ത് നമുക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ബെലാറസിൽ പോകാം. പക്ഷെ ഫ്ലൈ ചെയ്തേ പോകാൻ പറ്റുള്ളൂ, ലാൻഡ് ബോർഡർ വഴി പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് നമുക്ക് ഈ രാജ്യത്ത് എനിക്ക് ഈ ഒരു ട്രിപ്പിൽ എനിക്ക് മിസ് ചെയ്ത രാജ്യങ്ങൾ. നമ്മുടെ എല്ലാവർക്കും ടെക് ട്രാവൽ ഈറ്റ് എന്നാണല്ലോ. ഇപ്പം എനിക്ക് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷെ സുജിത്ത് എത്രത്തോളം ഫുഡ് ചെയ്യണം. അപ്പോൾ ഈ ഈറ്റ് എന്നുള്ള സംഭവം, ഫുഡ് എന്നുള്ള കാര്യം, ഈ കാരണം ഈ ഇത്രയും കൺട്രീസിൽ പോകുമ്പം പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാവാം, പലതരം ഫുഡ് ഉണ്ടാവാം. അതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യേണ്ടിരുന്നത്? മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, നമുക്ക് ഫുഡ് കിട്ടിയാൽ നമുക്ക് അതാണ് ഹാപ്പി. പക്ഷെ എന്നാലും ഞാൻ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ക്വാണ്ടിറ്റി വൈസ് ഇപ്പൊ നമുക്ക് എത്ര, എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കഴിച്ച വയറെന്നറിയാം. അപ്പൊ എനിക്ക് അധികം വാങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ധാരാളം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കത് ബേസിക്കലി അധികം പറ്റാറില്ല. പക്ഷെ എന്നാലും മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും പിന്നെ പറഞ്ഞ ടെക് ട്രാവൽ എന്നുള്ള പേര് ഇനിഷ്യലി തുടങ്ങി ഇട്ടതാണെങ്കിലും പിന്നീട് ട്രാവലിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാം. കാരണം ഫുഡ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വേറൊരു ഏരിയ. ആ ഫുഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ചൈന ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കൺട്രി ആണല്ലോ. യു ലവ് അവര് കഴിക്കണ വെറൈറ്റി ഓഫ് കാര്യങ്ങളില്ലേ? എല്ലാ ചൈനീസ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യ പോലെയാ ചൈന. അതായത് ഇപ്പൊ കേരളത്തിലെ ഫുഡ് ഒന്നാണ്, തമിഴ്നാട്ടിലെ ഫുഡ് വേറെയാണ്, നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ഭക്ഷണമാണ്. അതേപോലെയാണ് ചൈന. ഓരോ റീജിയണിലും പ്രത്യേകം തരത്തിലുള്ള ഫുഡാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിച്ചുവാൻ ഫുഡ് ഇഷ്ടമാണ്. നമ്മൾ ഈ ഷെസ്വാൻ എന്ന് പറയുന്നത് സിച്ചുവാൻ ഫുഡ്, സിച്ചുവാൻ പ്രൊവിൻസിലെ ഫുഡ്. പിന്നെ ഹ്യൂനാൻ പ്രൊവിൻസിലെ ഫുഡ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷിൻജിയാങ് ഫുഡ്. അതായത് മറ്റേ ചൈനയിലെ ഉയ്ഗൂർ വംശത്തിൽപ്പെട്ട മുസ്ലിംസ് ഉള്ള ഏരിയ ആണ് ഷിൻജിയാങ് ഏരിയ. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാറ്റ് മസാല പോലത്തെ ഒരു സാധനം അവർ ഉപയോഗിക്കും. അത് ഈ ഓരോ സാധനങ്ങൾ ഗ്രില്ല് ചെയ്ത് അത്രയും തണുപ്പത്ത് അത്രയും
അത്രയും തണുപ്പുള്ള സ്ഥലത്ത് നല്ല അടിപൊളി ഫിഷൊക്കെ കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും അതിശയിക്കുക. ഇവർക്ക് എങ്ങനെ എത്ര നല്ല ഫിഷൊക്കെ കിട്ടുന്നത്? അല്ല, എനിക്ക് അല്ലാണ്ട് ഈ ഫിഷും ചിക്കനും അല്ലാണ്ട് വേറെ വേറെ ആനിമൽസിനെയൊക്കെ അവര് ഞാൻ ഉണ്ടാവും ഞാൻ Snake അവര് വല്ലതും ഉണ്ടോ? അവർ ഏറ്റവും കൂടുതൽ Snake, കഴിക്കുന്നത് അല്ലല്ല അതൊന്നും നമുക്ക് ഇല്ല. ഷിൻജാങ് എന്ന് പറയുന്ന ഒരു പ്യുവർ മുസ്ലിം ഒരു ഇതാണ്. അവിടെ ഫിഷ്, ചിക്കൻ, ലാമ്പ് ഓക്കെ ഉം. അതാണ് മട്ടൺ. ഓക്കെ അതിലുപരിയായിട്ട് വേറെ ഒന്നും അവിടെ കിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സംഭവം. പക്ഷെ എന്നാൽ അത് കുറവാണ് ബേസിക്കലി. ലൈക്ക് നമ്മൾ ഈ പറയുന്ന പോലെ സ്നേക്ക് എന്നൊക്കെ പറയുന്ന പോലെ അത് ചില പർട്ടിക്കുലർ ഏരിയാസിൽ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഞാനും ചൈനയിൽ പോയപ്പം എനിക്ക് തോന്നിയത് നമ്മൾ കഴിക്കുന്ന ചൈനീസ് ഫുഡ് എന്താണെന്നുള്ളതും അവിടുത്തെ ചൈനീസ് ഫുഡും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ? അതെ അതെ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടേസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് നമ്മളത് കിട്ടും. കിട്ടും. ഭയങ്കരമായിട്ട് നമ്മൾ ഈ പൊടികളല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ മസാലപ്പൊടി, ഗരം മസാല എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യും. ഇവരൊന്നും പൊടികൾ യൂസ് ചെയ്യുന്നില്ല. ചില്ലീസ് ഒക്കെ ഇവര് ചില്ലി അതേപോലെ ഇടുക, അതേ ഇടും. പെപ്പർ അതേപോലെ ഇടുക, മുളക് അതേപോലെ ഇടുക, എല്ലാം അസിറ്റീസ് ഇടുകയാണ്. ഇവര് പൊടികളൊന്നും യൂസ് ചെയ്യണില്ല. ഇന്നില്ല. കുറവാണ്. അപ്പൊ ആക്ച്വൽ സാധനത്തിന്റെ ടേസ്റ്റ് അതുകൊണ്ട് എന്താ മത്ത് high പിടിക്കത്തില്ല heat നമുക്ക്. നമുക്ക് മത്ത് പിടിക്കുകയല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഹൈ നമ്മുടെ ഇന്ത്യൻ ഹീറ്റില് ഫുഡ് മസാല സ്പൈസി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. കറക്റ്റ് ഇവരുടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിരിക്കും. ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഹൈ ഹീറ്റിൽ കുറച്ച് ടൈം കൊണ്ട് കുക്ക് ചെയ്യാന്നാണ് അവരുടെ മെയിൻ സംഭവം. സ്ലോ ഒരു മോഡറേറ്റ് കുക്കിംഗ് എല്ലാ സംഭവങ്ങളും. അതെ അതെ. ഇതിനകത്ത് പിന്നെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ചില വീഡിയോസിലൊക്കെ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ പിന്നെ ഈ എന്താ പറയാ ഭയങ്കര ഭയങ്കര ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലൊക്കെ കാണുന്ന പോലെയൊക്കെ. അപ്പോൾ ഏതെങ്കിലും പോയ സ്ഥലത്ത് കാരണം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുന്നതാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ തോന്നി അയ്യോ ഇത് എനിക്ക് പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഗ്രോ അപ്പ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എവിടെ പോയാലും സർവൈവ് ചെയ്യാം. കാരണം നമ്മൾ ഈ മെട്രോയിലും അതിലും ഇതിലും അതെ അതെ. KSRTCയിലും ഒക്കെ പിന്നെ ചൂടിലും എല്ലാം നമ്മൾ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഞാൻ ഇനിഷ്യലി നന്നായി എൻജോയ് ചെയ്തു. ഞാൻ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്ത് നേപ്പാളിൽ പോയി, വളരെ നന്നായിട്ട് ചൈനയൊക്കെ എക്സ്പ്ലോർ ചെയ്ത്, കംബോഡിയ. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡിൽ ഞാൻ 25 ദിവസം ഉണ്ടായിരുന്നു. 25 ദിവസം തായ്ലൻഡിൽ ഞാൻ സാധാരണ ആളുകൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും പോകാതെ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് പോയത്. ആ സമയമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എനിക്കറിയാം നമുക്ക് വൺസ് ഐ ക്രോസ് ഏഷ്യ, യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ റീച്ച് കുറയുന്ന എനിക്കറിയാം. കാരണം ആളുകൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യൂറോപ്പ് താല്പര്യമില്ല. പല സ്ഥലങ്ങളും ഒരേപോലെയാണ്. അതെനിക്ക് 100% ഉറപ്പായിരുന്നു യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ റീച്ച് കുറയുന്നുള്ളത്. അപ്പൊ അതേപോലെ സംഭവിച്ചു. ഇനിഷ്യലി തായ്ലൻഡിന്റെ ഒക്കെ വീഡിയോസിൽ മിനിമം ഒരു 2 lakhs 3 lakhs ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നല്ല. ചിലതൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. തായ്ലൻഡ് ആണെങ്കിലും ചൈന ആണെങ്കിലും എല്ലാം. അത് ഞാൻ മാക്സിമം അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താണ്. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. പിന്നെ യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 180 days 3 months അവിടെ നിൽക്കാൻ പറ്റുള്ളൂ യൂറോപ്പിൽ. അപ്പോൾ 3 months കൊണ്ട് മാക്സിമം കവർ ചെയ്ത് പോകാം. നമുക്ക് ഈ 3 months എനിക്ക് കവർ ചെയ്യേണ്ടി വന്ന എത്ര ഓൾമോസ്റ്റ് 30 countries അല്ലേ. അപ്പോൾ ഒരു ദിവസം എത്ര രാജ്യത്ത് നിൽക്കാൻ പറ്റും? മാക്സിമം 3 days. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എനിക്കറിയാം. പിന്നെ യൂറോപ്പിൽ വൺസ് കയറിയപ്പോൾ ഇനിഷ്യലി ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ ഞാനത് പിക്കപ്പ് ചെയ്തു. പിന്നെ നമുക്ക് ചില സമയം നമുക്ക് ഇത് ഇങ്ങനെ ഒരേപോലെ പോകില്ല. ഒന്നാമത് ഇത്രയും വലിയ ലോങ് സീരീസാണ്. ഞാൻ ഇത്രയും ലോങ് ആയിരിക്കും എന്ന് പ്രതീക്ഷയല്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിലുപരിയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത യാത്രയാണിത്. അത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു മിഷനിൽ പോവാന്നൊക്കെ ഉള്ളത് ഓക്കെ. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഫാമിലി ഇല്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആരുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. നമുക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അതാ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളെ വൈഫ് ഇവിടെ ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്. നേരെ തിരിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ബോറടിക്കും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ബോറടി എന്നുള്ളതൊരു വേറൊരു രീതിയിലേക്ക് പോകും. അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി വരും. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും. അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. അപ്പൊ നമ്മളെ മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് അല്ലേ? ഞാൻ അങ്ങനെ മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ എന്നെ ശ്രമിച്ചു. ഏതെങ്കിലും മൊമെന്റിൽ തോന്നി ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണം, ഞാൻ തിരിച്ചു ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് യൂറോപ്പിൽ ഞാൻ ശരിക്കും ചടച്ചു. യൂറോപ്പിൽ കയറി ഒന്നാമത് ഒരു ഭയങ്കര ബാഡ് വെതർ, എക്സ്ട്രീം വിന്ററായി. ആ വിന്റർ ആയപ്പോഴത്തേക്കിനും യൂറോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയാ ബൾഗേറിയയിൽ നിന്ന് കയറി റൊമാനിയക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച, കാരണം അവിടുന്ന് യൂറോപ്പിൽ എവിടെ നിന്നാണെങ്കിലും 2 ദിവസം കൊണ്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ 2 ദിവസം ട്രാവൽ ചെയ്താൽ ലണ്ടൻ എത്താൻ പറ്റും.
എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് യൂറോപ്പ് എല്ലാ കൺട്രീസും പോവാന്നുള്ളതായിരുന്നു. ഞാനത് ഡ്രോപ്പ് ചെയ്യാം, യൂറോപ്പിൽ കൂടെ കയറി നേരെ ലണ്ടനിൽ പോയിട്ട് ട്രിപ്പ് അവസാനിപ്പിക്കാം എന്നൊക്കെ ഞാൻ ആക്ച്വലി കരുതി ഫിനിഷ്യലി. പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് വീഡിയോസ് റീച്ച് കിട്ടുക എന്നുള്ളതിലുപരി നമ്മളൊരു പ്ലാനായിട്ട് നമ്മൾ ഇറങ്ങി, നമ്മൾ അങ്ങനെ ചെയ്യാം, ഒരു പ്ലാനായിട്ട് നമ്മൾ ഇറങ്ങി, ആ പ്ലാൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല. ഇപ്പൊ ആൾക്കാർ പലതും പറയും, ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യമായിരിക്കും യൂറോപ്പ് ചടപ്പിച്ചു, യൂറോപ്പ് ബോറായി. എക്സ്പെക്റ്റഡ് ആണ്, എനിക്കറിയാം അത് അങ്ങനെ ആയിരിക്കും, എക്സ്പെക്റ്റഡ് ആണ്. അപ്പോ പക്ഷെ അതിലുപരി ഞാൻ നോക്കുന്ന എന്താണ്, ഞാൻ പല സീരീസുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫസ്റ്റ് ചെയ്ത സീരീസ് INB ട്രിപ്പ് സീസൺ 1 ഫ്രണ്ട്സിന്റെ കൂടെ പോയി. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ ചെയ്തത് എൻ്റെ അനിയന്റെ കൂടെ ഞാൻ ഇന്ത്യ ഓൺ റെയിൽസ് എന്ന് പറഞ്ഞ സീരീസ് ചെയ്തു. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഇന്ത്യ ഓൺ വിങ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തു. അത് ഫ്ലൈ ചെയ്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എയർപോർട്ടുകൾ കവർ ചെയ്ത് ഒരു സീരീസ് ആയിരുന്നു. അതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ആകെ എനിക്ക് സീരീസ് പൂർത്തിയാക്കാൻ പറ്റാത്തത്. അതിന്റെ മെയിൻ റീസൺ, ആ സീരീസ് ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യണം. കാരണം എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആ സമയത്ത് ക്രിട്ടിക്കലായിട്ട് വേറൊരു അവസ്ഥയിലായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ മരണപ്പെട്ടു. അപ്പൊ എനിക്ക് ആ സീരീസ് ഞാൻ അവിടെ ബ്രേക്ക് ചെയ്തു. എനിക്കറിയായിരുന്നു അത് അങ്ങനെ, ലൈക്ക് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ആ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു സീരീസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. പിന്നെ ഞാൻ ആ സീരീസ് ചെയ്തുമില്ല. പിന്നെ ചെയ്ത INB ട്രിപ്പ് ഫാമിലി ഇതാണ്, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ UK വന്നിട്ട് ക്യാമ്പർ വാൻ എടുത്തിട്ട് ഞാനും അത് 35 days അത് കംപ്ലീറ്റ് ചെയ്തു. അതും ചാലഞ്ചിങ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മളൊരു സീരീസ് ആയിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മളൊരു കമ്മിറ്റ്മെന്റ് ആണല്ലോ. നമ്മൾ പ്രേക്ഷകരോട് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റിലുപരി നമുക്കൊരു ധാർമ്മികത, നമുക്കൊരു ഇതുമില്ല, അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ. നീ ഒരു സീരീസ് കമ്മിറ്റ് ചെയ്താണ്, അത് നീ ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് ഞാനത് ഫിനിഷ് ചെയ്തതാണ്. കാരണം കഴിഞ്ഞ 3 മാസം ഞാൻ യൂറോപ്പില്, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം അല്ല 7 മാസം ഇന്ത്യയിൽ നിന്ന് വിട്ട് ടിബറ്റൊക്കെ ട്രാവൽ ചെയ്ത് യൂറോപ്പ് എത്തുന്നവരെ ചെലവാക്കിയതിന് കൂടുതൽ പൈസ കഴിഞ്ഞ 3 മാസം യൂറോപ്പിൽ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി. ഒന്ന് മൂത്രം ഒഴിക്കണേ പോലും ഒരു യൂറോ കൊടുക്കണം. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപയായി ഇല്ലേ. അപ്പോ ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോ അത് അങ്ങനെ ഞാൻ അത് ഫിനിഷ് ചെയ്യായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് എനിക്ക് മതിയാക്കാം, നിർത്താം, പോകാം. അതിനിടയ്ക്ക് ഫാമിലിയെ മിസ് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തത് ഷംജിത് ഭായിയെ പോലുള്ള ആൾക്കാരാണ്. കാരണം ഇടയ്ക്ക് ഷംജിത് ഭായി എൻ്റെ കൂടെ വരും. എടാ നീ ഓക്കെ ആണോ, ഞാൻ വരാം. പുള്ളി ഒന്ന് വരും, 2 ദിവസം എൻ്റെ കൂടെ ചിയറപ്പ് ചെയ്യും. പിന്നെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഫ്ലൈ ചെയ്ത് വന്നു, അവരുടെ മീറ്റ് ചെയ്തു. പിന്നെ അത്ര ബോർ ആവുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോകും, ഐ സിറ്റ് അറ്റ് ഹോം, തിരിച്ചു വരും. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ നമ്മൾ റിലാക്സ്ഡ് ആവും. ലൈക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി എന്താ പറയാ, അടുത്തൊരു മേജർ ചലഞ്ച് ആയിട്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ? അതോ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും മനസ്സിലാവില്ല. അതിപ്പോ ഞാൻ ഇതെന്നോ നിങ്ങൾ ഈ വീഡിയോ അല്ലാതെ പറയാം. ഇനിയിപ്പോ എന്താ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഈ INB ട്രിപ്പ്, ഈ ഒരു പുസ്തകം നമ്മൾ പുസ്തകം ഇറക്കിയല്ലോ, INB ഡയറീസ്. ഈ പുസ്തകത്തില് നമ്മള് ബേസിക്കലി ഇതൊരു 7-8 മാസം നീണ്ടു നിന്ന ഒരു ഇന്ത്യൻ യാത്രയായിരുന്നു. ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയായിരുന്നു. ഇതിനകത്ത് വിത്ത് ഫാമിലി. ഇതിനകത്ത് തമിഴ്നാടോ കർണാടകമോ ആന്ധ്രയോ സൗത്ത് ഇന്ത്യ കാര്യം കൊണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതൊരു ബാക്കി പത്രം പെൻഡിങ് ആണ് അവിടെ. അതാണ് അടുത്തൊരു ഫാമിലി കൂടെ പോവാണ്. ഇപ്പൊ ടൈമിങ് അതല്ലേ. ഇനിയിപ്പോ 2 മാസം സ്കൂൾ ഹോളിഡേ ആണ്. ശരിയാ, ഏപ്രിൽ മെയ്. അതെങ്ങനെ ഇങ്ങനെ പറ്റണേ, ഒന്ന് കഴിഞ്ഞ ഒന്ന്. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രകളുണ്ടാവും, എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള യാത്രകളുണ്ടാവും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള യാത്രകളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ യാത്രകളും ഇഷ്ടമല്ല. ചിലർക്ക് ഞാൻ കുടുംബത്തോടൊപ്പം ട്രാവൽ ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം, ചിലർക്ക് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം, ചിലർക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്ന കാണാനാണ് ഇഷ്ടം. അപ്പം ഞാൻ എല്ലാവരുടെ ആ ഒരു ആഗ്രഹങ്ങളും കേട്ടറിയണം. അപ്പം അതിനു വേണ്ടി ഞാനിങ്ങനെ മാറിയാണ് വീഡിയോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രകൾ വിദേശത്ത് തന്നെയായിരുന്നു.
ഞാൻ എറണാകുളത്തേക്ക് എൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിട്ട് എനിക്ക് അവിടെ ഒരു മാസം പോലും ഇതുവരെ തികച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ. ഫാമിലി എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണ്ടേ? വെരി വെരി ഇമ്പോർട്ടന്റ് ആ അല്ലേ? ശ്വേത, റിച്ചുകുട്ടൻ എല്ലാം അവര് രണ്ടാളെയും അതായത് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് ആ വൈഫിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും ഇത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതെ. അപ്പം ഷീ ഹാസ് ടു ഡു മെനി തിങ്സ് ഇൻ യുവർ ആബ്സെൻസ്. ഇപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എത്ര ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന വിഷമമുള്ളൊരു കാര്യമാണ് ആക്ച്വലി. ഞാനിപ്പോൾ എൻ്റെ ഇത്രയും വലിയൊരു യാത്ര, ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടുള്ളൊരു യാത്ര ഫിനിഷ് ചെയ്ത് ഞാൻ ലണ്ടനിലെത്തുമ്പോഴത്തേക്കിനും എന്നെ വെൽക്കം ചെയ്യാനായിട്ട് എൻ്റെ വൈഫും കുഞ്ഞൂടെ വേണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി UK ഗവൺമെൻറ് സമ്മതിച്ചില്ല. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വൈഫിനും കുട്ടിക്കും വേണ്ടി. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ കവറിംഗ് ലെറ്ററിൽ മെൻഷൻ ചെയ്തത് ഇത് തന്നെയാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ ഒരു യാത്രയിലാണ്, പുള്ളി ഇതേപോലെ യാത്ര ഫിനിഷ് ചെയ്ത് ലണ്ടനിലെത്തുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് അവിടെ വെൽക്കം ചെയ്യാനായിട്ട് വരണം എന്നുള്ള റീസൺ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിനകത്ത് കവറിംഗ് ലെറ്ററിൽ കൊടുത്തപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു ഇനീഷ്യലി. അതായത് ഞാനും കൂടെ ഒപ്പം ട്രാവൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലായി ആ കവറിംഗ് ലെറ്റർ. ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും പക്കയായിരുന്നു. അപ്പോൾ അവർക്ക് ആ കവറിംഗ് ലെറ്റർ വായിച്ചപ്പോഴത്തേക്കിനും ഒരു ഡൗട്ട് ഫീൽ ചെയ്തിട്ട് അതിന്റെ പേര് പറഞ്ഞ് അവരത് റിജക്ട് ചെയ്തു. ഓക്കെ ഫൈൻ, ആയിക്കോട്ടെ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. അത് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് സെയിം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ ഡോക്യുമെന്റ്സും വെച്ചു, എല്ലാം വെച്ചു. അപ്ലൈ ചെയ്തപ്പം അപ്പോൾ അവർ രണ്ടാമതും അത് റിജക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ വൈഫിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഇൻകം, അതായത് നമ്മൾ ഇൻകം ഡിക്ലെയർ ചെയ്യണമല്ലോ, നമ്മുടെ ആനുവൽ ഇൻകം ഇത്രയാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഇൻകം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിലും കൂടുതൽ എമൗണ്ട് കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ വൈഫിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടെന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ ആനുവൽ ഇൻകം 10 ലക്ഷം എന്നുള്ളതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇരിക്കട്ടെ. അതിലും കൂടുതൽ എമൗണ്ട്, ആ 10 ലക്ഷം ആനുവൽ ഇൻകം എന്നുള്ള അതിലും കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ കഴിഞ്ഞ 6 മാസത്തെ വൈഫിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അത് ഞങ്ങൾക്കൊരു സംശയകരമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റടുത്ത പരിപാടിയായി. അതായത് ഒരു ഇതുപോലെ ചോദിക്കുന്നില്ല, അതായത് നോ ചാൻസ് ടു റീഅപ്ലൈ, അല്ലെങ്കിൽ അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പോലും തോന്നുന്നില്ല. പക്ഷെ അതെനിക്ക് മേ ബി 2 റീസൺസ്. ഇതിനകത്ത് എന്താ പറയാ, ഞാൻ ഇതിനകത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിജക്ട് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു ഇതാണ്. 2 റീസൺസ്. ഒന്ന്, വൈഫിനും മോനും കൂടെ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് വിചാരിച്ചു കാണും ഞാൻ കുടുംബത്തോടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ചേക്കാറാൻ വരികയാണെന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ റീസെന്റ് ആയിട്ട് കുറെ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നു. ഇതൊരു വിസിറ്റിംഗ് വിസ ആവുമ്പം ഹോളിഡേ വിസ ചെയ്യാൻ പാടില്ലാത്തതാണ്, എനിക്കറിയില്ല. എന്തായാലും അതങ്ങനെ റിജക്ട് ചെയ്തു. അത് ഭയങ്കര എന്താണെങ്കിലും അടുത്ത പ്രാവശ്യം അതെന്തായാലും അതെ, ഞാൻ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യും. അത് എങ്ങനെയാണെങ്കിലും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും, അത് ചെയ്യണം. കാരണം അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഈ അനധികൃതമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ പല സ്ഥലത്തും വന്ന് ചാടി നമ്മുടെ വില കളഞ്ഞ് ഇതുപോലെയുള്ള ജെന്യുവൻ ആയിട്ടുള്ള ട്രാവലേഴ്സിന് പോലും സംശയകരമായിട്ട് ആളുകൾ കാണുന്ന രീതിയിലേക്ക് മാറി. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടാണ് ട്രംപ് അവിടെയുള്ള കുറെ ആൾക്കാരെ ചവിട്ടി പുറത്താക്കി. ലീഗലായിട്ട് പോകുന്നവർക്ക് എന്താ ബുദ്ധിമുട്ട്? അവരവിടെ ജീവിക്കുന്നില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അനധികൃതമായിട്ട് പോകുന്നവർക്കല്ലേ ഈ പ്രശ്നങ്ങൾ വരുന്നത്? അതിനെക്കുറിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ഒരുപാട് അക്സെപ്റ്റൻസും, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. അക്സെപ്റ്റൻസ് കിട്ടിയ ധാരാളം രാജ്യങ്ങളുണ്ട്. ഏഷ്യൻ കൺട്രീസിൽ നമുക്ക് ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് കംബോഡിയ, തായ്ലൻഡ് ഒക്കെ. ഐ മീൻ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആസ് ആൻ ഇന്ത്യൻ റെസ്പെക്ട് എന്തൊക്കെ പറഞ്ഞാലും. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ പല രാജ്യത്തും എനിക്ക് ആളുകൾ എന്നെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ടൂറിസ്റ്റ് ആണല്ലോ. നമ്മളെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ ടൂറിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും അല്ലാതെ കൺസിഡർ ചെയ്യുന്നതും നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും. നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ തന്നെ നമ്മളെ ആളുകള് ലൈക്ക് ദേ ട്രീറ്റ് യു ആസ് എ മൈഗ്രന്റ് വർക്കർ, ആ ഒരു രീതിയിൽ ചിലപ്പോൾ ബിഹേവ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ ഈ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പോഴത്തേക്കിനും ഓക്കെ ഫൈൻ, ഇവൻ ഒരു ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയേക്കാം. അല്ലാത്ത പല സ്ഥലത്തും ലൈക്ക് നമുക്ക് അത് ഡയറക്ട്ലി അല്ല, നമുക്കത് മനസ്സിലാവും. റീസെന്റ് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യാണ്. ഞാൻ ഫ്രാൻസിൽ നിന്നും ഫ്രാൻസ് അല്ല,
ഡെൻമാർക്കിൽ നിന്നും ഞാൻ ജർമ്മനി വഴി ആംസ്റ്റർഡാമിലേക്ക് ട്രെയിനിൽ പോവാം. ഞാനൊരു ട്രെയിനിൽ കയറി, ഭയങ്കര തിരക്കാ ട്രെയിനിൽ. എന്ന് വെച്ചാൽ ഓടി പിടിച്ച് വന്ന് കയറിയാണ്, ഭയങ്കര തിരക്കാ ട്രെയിനിൽ. കാരണം ഈ ജർമ്മനിയിൽ നിന്ന് ആംസ്റ്റർഡാം പോകാനായിട്ട് ഡയറക്റ്റ് ട്രെയിൻസ് വളരെ കുറവാണ്, കുറെ കണക്ഷൻ കയറണം. അപ്പോൾ ഞാൻ ഓടിപ്പടച്ചൊരു ട്രെയിനിൽ കയറി. ഒരു ഫാസ്റ്റ് ട്രെയിൻ ആയിരുന്നു. ഈ പല രാജ്യങ്ങളും നമുക്കറിയാം ട്രെയിനിൽ ലൈക്ക് ക്വയറ്റ് സോൺ ഉണ്ടാവും, അല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഏരിയാസും ഉണ്ടാവും. അപ്പോൾ ക്വയറ്റ് സോൺ ഉള്ള സ്ഥലത്ത് നമുക്ക് സംസാരിക്കാൻ പാടില്ല, നമുക്ക് ഫോണിൽ സംസാരിക്കണേ പോലും പുറത്ത് പോയി സംസാരിക്കണം. അപ്പോൾ ഈ ക്വയറ്റ് സോണിൽ യൂഷ്വലി കിഡ്സ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതിനകത്ത് അപ്പുറത്ത് പിള്ളേരുണ്ട്, പിള്ളേർ അവിടെ ഇരുന്ന് സംസാരിക്കുക, കൊച്ചു പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ട്രെയിനിൽ ആൾക്കാർ സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എനിക്ക് ഒരു കോള് വന്നു, എൻ്റെ വൈഫ് ആരെന്ന് വിളിച്ചു. ഞാൻ വളരെ നമുക്കിത് അറിയാലോ, നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നതല്ലേ. കാരണം നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ നിയമം മനസ്സിലാക്കി ട്രാവൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എടി ഞാൻ എന്തോ പറഞ്ഞു, ഞാനൊരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡ് സംസാരിച്ചു കാണും. അപ്പൊ എന്റെ പുറകെ ഇരുന്ന ആൾക്കാർ, ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാ, ഭാര്യയും ഭർത്താവും, ഒരു സൈഡിൽ കൂടെ തോണ്ടിയിട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ടോക്ക് ഹിയർ, റൂഡായിട്ട്. ഞാൻ പറയാം സോറി, ദിസ് ഈസ് എ ക്വയറ്റ് സോൺ. ഓക്കെ, ഞാൻ പറയാം സോറി, ഒന്നും മിണ്ടില്ല. ഇനി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ അവിടെ കിടന്ന് ബഹളവാ. കൊച്ചു പിള്ളേർ അവരും ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റും. പിള്ളേരൊക്കെ അവിടെ കിടന്ന് ബഹളമാണ്. അപ്പുറത്ത് ആൾക്കാരും സംസാരിക്കുന്നു, തൊട്ടിപ്പുറത്തൊരു വേറൊരു വെള്ളക്കാരൻ ഫോണിൽ സംസാരിക്കുന്നു. അതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഞാൻ ചോദിച്ചില്ല, എന്താ ചോദിക്കുന്നത്, അവന് ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം? അത് ഫീൽ ചെയ്യും. എന്നിട്ട് അതിനിടയ്ക്ക് കുറെ അനൗൺസ്മെന്റ് അത് ഇത് ഇറങ്ങും. അന്നേരം ആൾക്കാരൊക്കെ ബഹളം വെക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും, സംസാരിച്ചോണ്ടിരിക്കും. അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാനൊരു ഫോണിൽ ഒരു 10 സെക്കൻഡ് സംസാരിച്ചപ്പോൾ ഇവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള ജഡ്ജ് ചെയ്യുന്നതാണ്. അവര് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നുള്ള രീതിയിൽ എന്തോ സംഭവമാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണത്. അല്ലെങ്കിൽ നമ്മുടെ നിറം കണ്ടിട്ട് അതുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഓഫ് കോഴ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലേ, നമുക്കൊരു ബംഗാളി ഇഷ്ടമാണോ പലർക്കും? നമ്മൾ പറയുന്ന ഇപ്പോഴും ബംഗാളി എന്ന് പറയില്ലേ? ഇല്ലേ? ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ ഒക്കെ ചില വീഡിയോ ചെയ്യുമ്പോ അതിനോട് UK ബംഗാളി ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് ഇന്ത്യയിലായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് കാസ്റ്റ് ബേസിൽ എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണ് ഉള്ളത്. പ്രത്യേകിച്ചും ബംഗാൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ട് എത്രയോ കൾച്ചറലി എത്രയോ അഡ്വാൻസ്. ഏത് ഹിന്ദിക്കാരെ കണ്ടാലും നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞ അപമാനിക്കും. അവരത്തെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി. നാട്ടിലുണ്ട് അത്യാവശ്യം ഡിസ്ക്രിമിനേഷൻ. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റു നാട്ടിൽ പോയിട്ട് അവിടെ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയുന്നത് തെറ്റത്തില്ല. പക്ഷെ ലൈക്ക് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ലൈക്ക് നമുക്കൊരു ടൂറിസ്റ്റ് ആകുമ്പോഴാണ് നമുക്കത് വിഷമം. ലൈക്ക് അവിടെ ജീവിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് യൂസ്ഡ് ആയിരിക്കും. നമ്മളൊരു പല സ്ഥലത്തും നമ്മളോടൊപ്പം വന്നിരിക്കാൻ ബാക്കിയുള്ളവർ ചിലപ്പോൾ തയ്യാറായി വരില്ല. പല സ്ഥലത്തും ബസ്സിലൊക്കെ ട്രെയിനിലൊക്കെ ആണെങ്കിലും അതെനിക്ക് തോന്നുന്നു ഡിപ്പെൻഡിങ് ഓൺ ചില യൂറോപ്യൻ കൺട്രീസിൽ അവർ ഭയങ്കര വെൽക്കമിങ് ഇന്ത്യക്കാരെ. ചില കൺട്രി അത് ഡിപ്പെൻഡിങ് ഓൺ കൺട്രീസ്. അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ കുറച്ചും കൂടെ എനിക്കത് ഫീൽ ചെയ്തു. സ്കാൻഡിനേവിയനിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഈ ലിത്വേനിയ, റൊമേനിയ, പോളണ്ട് ആ സൈഡിലൊക്കെ കുറച്ചും കൂടെ ഇതാണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ട്. ലൈക്ക് പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ആ ഒരു രീതിയിൽ അങ്ങ് എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായി ആക്ച്വലി. തിരിച്ചു പോകണമെന്നുണ്ടോ? എനിക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ക്യാമറമാനൊക്കെ എടുത്തൊന്ന് സമ്മറിൽ കറങ്ങണമെന്ന്. ലാപ്ലാൻഡ് പോകാൻ മറക്കരുത്. കാരണം ഫിൻലാൻഡാണ് ഏറ്റവും. ഫിൻലാൻഡിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്നു ഞാൻ. ഫിൻലാൻഡ് മല്ലുവിന്റെ അടുത്ത് പോയിരുന്നു, അവരോട് ഒരു ദിവസം താമസിച്ചു. അപ്പം നമ്മുടെ ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ബുക്ക് വായിച്ചു. അപ്പം ഫസ്റ്റ് ബുക്ക് അല്ലേ ഇത്? ഫസ്റ്റ് ബുക്കാണ്. സെക്കൻഡ് ബുക്ക് പകുതിയായി, UK യാത്ര. അത് പകുതിയായി. അതും ഉടനെ തന്നെ വൈകാതെ പബ്ലിഷ് ചെയ്യും. ഇതൊരു 42,000 കിലോമീറ്റേഴ്സ് നമ്മുടെ ടാറ്റ സഫാരി. അത് പകുതി സഫാരി ഹാരിയർ ആയിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ വണ്ടി മാറി എടുത്തു. ആ ട്രിപ്പ് നല്ല രീതിയിൽ പോയായിരുന്നു, നല്ല സക്സസ് ആയിരുന്നു. അതിനിടയ്ക്ക് വണ്ടി അങ്ങ് മാറി. അപ്പോൾ ഇനി ഒരുപാട് ബുക്കുകൾ പുറത്തിറങ്ങട്ടെ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ യാത്രാ വിവരണങ്ങളും പണ്ടുള്ള യാത്രാ വിവരങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. കാരണം ഇപ്പം കംപ്ലീറ്റ്ലി അതിൻ്റെ ഇതൊക്കെ മാറി. കാരണം ഇപ്പോൾ ആൾക്കാർ ഈ വ്ളോഗിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല ഇൻഫർമേഷൻസും റെഡിലി അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും അതിൻ്റെ റൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബുക്കിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഫ്യൂച്ചർ തലമുറയ്ക്ക് അത് റെഫറൻസ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടനിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു 8 വർഷമായില്ലേ. അപ്പോൾ ഞാൻ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടും ട്രാവൽ വ്ളോഗറായിട്ടും യൂട്യൂബറായിട്ടൊക്കെ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ MIUK നടത്തിയ ഒരു പരിപാടിയിൽ അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്
ഒരു ഓതർ എന്നുള്ള രീതിയിൽ that's ഭയങ്കര Oh, സന്തോഷം that's തോന്നി. nice. ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഏയ് ഓതറോ, ശരിയാണല്ലോ, ഞാൻ ഓതറും കൂടെയാണല്ലേ. ഓക്കെ കൊള്ളാം. ഒരു പുതിയ ടൈറ്റിൽ പുതിയ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് അതൊരു അച്ചീവ്മെന്റ് അല്ലേ. അത് മാത്രല്ല ഇന്നത്തെ കാലത്ത് പുസ്തകം വായിക്കുക എന്നുള്ളത് ഇല്ലാതെ ആവണ ഒരു അതെ അതെ കാലമാണ്. അതെ അതെ അപ്പം പുസ്തകം എഴുതി അതെ അത് വായിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ വേട്ടന്ന് വായിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ശരിയാണ്. അല്ല ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഈ പുസ്തകം എഴുതുക എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ഇത് ഒരു തവണ എഴുതി കഴിഞ്ഞ് നമ്മളൊരു ഓതറായിട്ട് കുറച്ച് റെക്കഗ്നീഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ല. ഐ മീൻ വരുമാനം ഉണ്ടാകും, അല്ല അത്ര സെയിലൊക്കെ പോയി കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവും. പക്ഷെ ഇതൊരു വരുമാനത്തിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു മൈൽ സ്റ്റോൺ ആണ്. ഇതൊരു ഒരു സന്തോഷത്തിന് സന്തോഷമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഒരു ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് ഇനി എഴുതാൻ തോന്നും. അതെങ്ങനെ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ചെയ്തു, നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, നമുക്ക് ആ വീഡിയോയിൽ കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നു, കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കിനും കൊള്ളാം, അടുത്ത വീഡിയോ ചെയ്യാൻ തോന്നുന്നു. അതാണ് നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണ് നമുക്ക്. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ബ്ലോഗ് എഴുത്തുകാരനായിരുന്നു. ഞാൻ വായിച്ചു. ഞാൻ എഴുത്തിലൂടെയാണ് വന്നത്. എനിക്ക് മലയാളം ബ്ലോഗുകൾ ഉണ്ടായിരുന്നു, ഞാൻ ഇംഗ്ലീഷിൽ ആനവണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ പല ബ്ലോഗുകൾ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആക്ച്വലി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പൊ അത് പുസ്തക രൂപേണ നമ്മൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ കാര്യങ്ങൾ. അത് പല മീഡിയത്തിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ വീഡിയോകളിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പുസ്തകത്തിൽ എഴുതാം. പ്രത്യേകിച്ച് എൻ്റെ KL2UK യാത്രയിൽ എനിക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഞാൻ പല രാജ്യങ്ങളിലും നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായിട്ടുള്ള കാഴ്ചകൾ എനിക്ക് കാണിക്കാൻ സാധിക്കാത്ത പല കാഴ്ചകളും എനിക്ക് പുസ്തകത്തിൽ എഴുതാൻ പറ്റും. ഇപ്പൊ എനിക്ക് ചൈനയിലെയൊക്കെ പല കാര്യങ്ങളും എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ ചൈന കയറ്റത്തില്ല. കറക്റ്റ്. അത് മാത്രമല്ല, അപ്പൊ എനിക്ക് അതൊക്കെ പുസ്തകത്തിൽ എഴുതാൻ പറ്റും. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സമയത്തുള്ള മൊമെന്റിലുള്ള കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഓർത്തെടുത്ത് പല കാര്യങ്ങളും എഴുതാൻ പറ്റും. നമുക്ക് വീഡിയോസിൽ ഉപരിയായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരുപാട് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ KL2 യാത്രയെക്കുറിച്ചും അല്ലാതെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സന്തോഷം. നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അതിനകത്ത് വന്നിട്ട് നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. കാരണം സുജിത്ത്, ഈ ടെക് ട്രാവലിറ്റിലൂടെ ഒരുപാട് ആൾക്കാരെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പം കാരണം ഈ വ്ലോഗിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് ആരും ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ തുടങ്ങിയത്. കാരണം ആ സമയത്ത് ഇപ്പം കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പിന്നെ സ്കൂട്ടറിൽ യാത്ര ചെയ്യണു, ഓട്ടോസിൽ ട്രാവൽ ചെയ്യണു, ട്രെയിനിൽ ട്രാവൽ ചെയ്യണു, അല്ലാതെ ട്രാവൽ ചെയ്യണു, ബാക്ക് പാക്കിംഗ് ആയി ട്രാവൽ ചെയ്യണു. പക്ഷെ അതൊന്നും ഇല്ലാത്ത സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. അതേപോലെ ബുക്കിലൂടെയൊക്കെ അത് വീണ്ടും വലിയ അടുത്ത തലമുറയ്ക്കൊക്കെ അത് പകർന്നു നൽകട്ടെ. അപ്പോൾ ഇനി അടുത്തടുത്ത യാത്രകൾ നമ്മൾ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.